ല്ലോ 5 ഗോളിന്. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ചത്താ മതി എന്നായി. ഈ നമ്പർ ആർക്കൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് ക്രിസ്റ്റീന റൊണാൾഡോ. ഒന്നുകൂടെ പറഞ്ഞേ. അപ്പൊ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. ഒരു പ്രത്യേകതരം യൂണിവേഴ്സിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. പ്രത്യേകതരം ജീവികൾ ചേർന്ന ഒരു യൂണിവേഴ്സ് ആണ്. അത് നമുക്ക് എന്തുവാണെന്ന് കണ്ടു തന്നെ അറിയാം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്ത് യൂണിവേഴ്സ് ആണെന്ന്. നമുക്ക് പോലും അറിയാൻ വയ്യാത്ത കുറെ യൂണിവേഴ്സുകൾ ഈ യൂണിവേഴ്സിൽ തന്നെ ഉണ്ടെന്നുള്ളത് എന്റെ ഈശ്വര നമുക്കേ അറിയാവൂ ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ആണെന്ന്. വീടുകളൊക്കെ പോകാം, നമുക്ക് വെൽക്കം ചെയ്യാം. അബ്ലാസാട്ടായം നായകന്റെ ഒരു പെർഫോമൻസ് സാധാരണ നമ്മൾ മറ്റേ പടം കാണുമ്പോൾ നമ്മൾ പൊക്കി പറയും. പക്ഷെ ഈ ഒരു പടം നമ്മള് വെറുതെ പൊക്കി പറയണല്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു വീട്ടിലൊരു അനിയനെത്തി ആ ഒരു ഫീല് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആറാട്ടണ്ണൻ സിനിമ എനിക്കൊരു അനിയത്തിയുണ്ട്. എനിക്കൊരു അനിയത്തി. ആറാട്ടണ്ണൻ ലാസ്റ്റ് വരെ കണ്ട പടം ആറാട്ടണ്ണൻ ഈ പടമാണ് അണ്ണൻ ലാസ്റ്റ് ഇരുന്ന് കണ്ട പടം. ഇപ്പൊ കറക്റ്റായി 1, 2, 3 ഇപ്പൊ കറക്റ്റായി. ആറാട്ടെണ്ണൻ, അഭിലാഷണ്ണൻ, അലൻ ജോസ് അണ്ണൻ, എ ട്രിപ്പിൾ എ. ആറാട്ടെണ്ണനും അഭിലാഷണ്ണനും അലൻ ജോസ് അണ്ണനും. ഇതാ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒരു പ്രത്യേകതരം യൂണിവേഴ്സ് ആണ്. ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നതാ ഈ യൂണിവേഴ്സിലോട്ടൊക്കെ നമ്മളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കാനും നമ്മളെ വായിന്നിരിക്കുന്ന കേൾക്കാനും ഒക്കെ. ഈ അഭിലാഷാട്ടായത്തിന്റെ കാര്യം പറയണ്ടേ, ഞാൻ കാണിച്ചു തരാം. അഭിലാഷാട്ടായം മാത്രമല്ല, വേറെ കുറെ ഒക്കെ ഉണ്ട് യൂണിവേഴ്സിൽ. ഇങ്ങനെ ആ ഒരു ഇവരെ ഒരു യൂണിവേഴ്സിൽ കറങ്ങി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു പെങ്ങളുണ്ട്. അപ്പൊ പെങ്ങളെ സ്നേഹിക്കുന്ന ഒരു പടം ഫുട്ബോളിന്റെ കാര്യമൊന്നും പറയണ്ടേ. ഇവരൊക്കെ കാണിക്കുന്ന കയ്യിലിരിപ്പ്, ആ ഒരു ഫുട്ബോളിന് ഇത്രയും നാണക്കേടുണ്ടാ എങ്ങനെയൊക്കെ നാണക്കേടുണ്ടാക്കാവോ ഇവന്മാരെ പോലുള്ളവന്മാരാണ് ഈ ഫുട്ബോളിന് മൊത്തം നാണക്കേട്. അർജന്റീന, ബ്രസീല്, പോർച്ചുഗല്, ഈ ഒരു 3 ടീമിനെ ഇവന്മാര് മൊത്തത്തിൽ നാണം കെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഞാൻ തമാശക്ക് പറയല്ല, ഇതൊരു പക്ക അപരാധം തന്നെയാണ്. അപരാധം പറഞ്ഞാൽ അപരാധം. ഇവർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണോ, ഇനി വിവരം ഇല്ലാത്ത രീതിയിൽ അഭിനയിക്കുകയാണോ, അതും കഴുതകളാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പിനെ എങ്ങനെയൊക്കെ അങ്ങ് അപരാധിക്കാവോ അമ്മ അതിരി അപരാധിക്കാൻ പറ്റുന്ന രീതിയിലല്ല മൂന്നവന്മാരല്ല, വേറെ കുറെ ടീമുകളൊക്കെ ഉണ്ട്, അപരാധിച്ച് വിട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കാണിക്കുന്ന കയ്യിരിക്കുന്ന കോപ്രായങ്ങൾ ഒരു കയ്യും കണക്കുമില്ല. എന്റെ പൊന്നു ഭഗവാനെ, ഇതൊക്കെ ആരോട് പറയാം? ഇതൊക്കെ ഏത് ആ യൂണിവേഴ്സിന്റെ ദൈവങ്ങളോട് നമ്മൾ പോയി പറയണം. ആ ഇവരൊക്കെ ദൈവങ്ങളൊക്കെ ആ യൂണിവേഴ്സിൽ ഏത് ദൈവമാണെന്ന് നമുക്കറിയത്തില്ല. എന്താണ് മേഡം? ഞാൻ ഗീതാ പ്രഭാകരനാണ്. എന്റെ മോനെ നീ എവിടെയാ പിടിച്ചിട്ടിരിക്കുന്നത്? ഞാൻ കുടിച്ചിട്ട് മേഡം വീണ്ടും ചോദിച്ചോണ്ടിരിക്കുകയാണ്. മേഡത്തിന് അത്ര ഇതാണെങ്കിൽ റൂമില്ലേ, അവിടെ പോയിരുന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് മാതാം. വാ മേഡം, എന്നാ കറക്റ്റായിട്ട് പറയാം. മുള്ളംകൊല്ലി പുഴയില്ലേ രേണുസുതിയുടെ അതേ മാർഗങ്ങള്. അത് രേണുസുതി സത്യം പറഞ്ഞ വേറെ ആ ഒരു ഇതൊക്കെ എല്ലാ ഒരു യൂണിവേഴ്സിൽ തന്നെ ഉള്ളയാടേ. രേണുസുദീനെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് പോട്ടെ, അത് വിട്, ഒന്നും പറയുന്നില്ല. അപ്പൊ രേണുസുദീനെ കണ്ട് പഠിച്ചിട്ടാണ് ഈ ഒരു പെങ്കൊച്ച് ഇപ്പൊ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. രേണുസുതിയുടെ അവസ്ഥ എന്താ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു രേണുസുതിക്ക് ഒരു അപര വരുന്നുണ്ടെന്ന്. എടാ ഇവന്മാരെ സത്യം പറയല്ലോ, ഇവർ മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ഈ അലൻ ജോസ് പെരേര, പിന്നെ ആറാട്ടണ്ണൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ അഭിലാഷ് ആട്ട എന്ന് പറയുന്ന ആള് കാര്യം അറിയാമെങ്കിലും അതിനെ വളച്ചൊടിച്ച് റീച്ചിന് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചില വാക്കുകൾ പറയുമ്പോൾ മനസ്സിലാവും, ചില സംസാരങ്ങളിലൂടെ തന്നെ മനസ്സിലാവും. പഠിച്ചു കാണും താനും സെക്ഷൻ 354 IPC and 509 IPC for punishing those attempting to outrage the modesty of a woman. പക്ഷേ തന്നെ പോലെ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോ കാമം കരഞ്ഞു തീർക്കുന്ന കോപം. എന്റെ പൊന്നു വെച്ച അടങ്ങിയിരി, അതെല്ലാം ഒടിഞ്ഞു പറഞ്ഞു പോവും. ചുമ്മാ അടങ്ങിയിരി. ആ മുഖത്തോട്ടത്ത് നോക്കടാ, ആ മുഖത്തോട്ടത്ത് നോക്ക്. എന്റെ പൊന്നോ, ഇതാരാ ഇത്? ആ മുഖത്തോട്ടത്ത് നോക്ക്.
ഭഗവാനെ, ഈശ്വര, നല്ലത് ചെയ്യുന്നതിന് നല്ലത് മാത്രം കൊടുക്കണേ. എന്തിന് മഴ പെയ്യുന്നടാ? മഴ 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 പെയ്യുന്നു, സൗണ്ട് കേൾക്കുന്നില്ല, മഴ പെയ്യുന്നു. എടാ, ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇവരൊക്കെ മനഃപൂർവ്വം ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുവാണ്, റീച്ചിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുവാണ്. അല്ലെ, രേണുസുധീനെ കണ്ടുപിടിക്കുകയാണ്. രേണുസുധി എന്തുവാ, രേണുസുധി കണക്കല്ലേ ഓരോന്ന് കാണിച്ച് 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 ഇങ്ങനെ 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 പൊക്കോണ്ടിരിക്കുന്നത്. ഇവരല്ല, ഇവരെ യൂണിവേഴ്സ് ഇതൊക്കെ തന്നെ. ആ യൂണിവേഴ്സിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടൊക്കെ എന്തായാലും വരും. ഇത് മാത്രമല്ല, വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. റീച്ചിന് വേണ്ടിയിട്ട് ഈ കോപ്രായങ്ങൾ മാത്രമല്ല, അല്ലെ, ഇതിനപ്പുറം ഉള്ള കോപ്ര കുറച്ച് മസാല പരട്ടൊക്കെ ഉണ്ട്. ഈ അഭിലാഷ് ആട്ടായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മാതിരി ഒരുത്ത്. അവൻ ഒരാളെ പറ്റി അയാളാണെങ്കിൽ ഒരാളെ പറ്റി എന്തൊരു പറയണമെന്നോ, എന്തൊരു പറഞ്ഞുണ്ടാക്കണമെന്നോ, എന്തൊരു മാനിപ്പുലേറ്റ് ചെയ്ത് ആക്കണമെന്നോ, അല്ലെങ്കിൽ ഒരാളെ ഊക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സ്വന്തമായിട്ട് അങ്ങ് കോമാളി ആവണം. എന്ന് വെച്ചാൽ എന്തുവാ, ഒരു മാനേഴ്സും ഒരു ഇതുമില്ല, ഒരു മാനേഴ്സും മര്യാദയില്ല, അങ്ങനൊക്കെ പറയത്തില്ല. എന്തുവാ, ഒരു ഉളുപ്പും ഇല്ല എന്നുള്ള രീതിയിൽ. ഇത്രയൊക്കെ പ്രായമായില്ലേ ഇതിനൊക്കെ, എന്തുവാടേ ചുമ്മാ. മാഡം ഞാനല്ല മാഡം, ഞാൻ പൈസ മേടിച്ചില്ല, ഞാൻ മോഷിച്ചിട്ടില്ല മാഡം. പൈസ ഒന്ന് കേക്കാൻ പോലും വയ്യ, വീഡിയോ എടുക്കുന്നുണ്ടല്ലേ. ഇതിന്റെ പേരെന്ത്, മൂവി ബസ്സാ? എന്റെ ദൈവമേ, ആ ചാനലൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കി. ഇവരെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ആലോചിക്കണം. ഇവരെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ചാനൽ, ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകതരം ചാനലുകളൊക്കെയാണത്. അതും ഒരു യൂണിവേഴ്സ് ഒക്കെ തന്നെ. ആ യൂണിവേഴ്സിലുള്ള ആൾക്കാർക്ക് അതേ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതൊക്കെ ആയിരിക്കും. ഇതിനൊക്കെ കമന്റൊക്കെ കയറി കൊണ്ടുകഴിഞ്ഞാൽ, ഇതിനൊക്കെ കമന്റൊക്കെ കയറി നോക്കാനാണെങ്കിലേ ഒരാഴ്ചത്തേക്കല്ല, ഒരു വർഷത്തേക്കിലും ചിരിക്കാനായിരിക്കും കൊണ്ടുപോയി. അപ്പൊ എല്ലാരും ഇന്ന് നമ്മുടെ പോർച്ചുഗലിന്റെ കളി ഉണ്ടല്ലോ, CR7 2 അടിച്ചു, 3 അടിക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് സങ്കടം, 2 അടിച്ചാ CR7 2 അടിച്ചാ, 2 ഒതുക്കിയാ എന്റെ രക്ഷപ്പെട്ട്. പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും അവര് ജയിച്ചല്ലോ 5 ഗോളിന്. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോ എനിക്ക് അങ്ങനെ ചത്താ മതിയെന്നായി. പിന്നെ എനിക്കങ്ങോട്ട് കരച്ചില് വന്ന്. പക്ഷെ അവസാനം അവർ ജയിച്ചപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. പൊന്നു സഖി എന്തിനാ പിണക്കം എന്നോട്, എന്തിനാ അല്ല പൊന്നെ കൽവ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. ജയിച്ചു. ദൈവമേ, ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ മൾട്ടിവേഴ്സ് ആടാ. മൾട്ടിവേഴ്സ് ആണ് ഇത്. ഏത് യൂണിവേഴ്സ് ആണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. എന്റെ പൊന്ന് കുഞ്ഞുങ്ങളെ, എന്റെ എന്താ പറയാനിപ്പോ. അഭിലാഷ് ആട്ടയത്തിന്റെ കുറച്ച് ആട്ടുന്ന കുറച്ച് പരിപാടിയുണ്ട്, നോക്കട്ടെ. അഭിലാഷ് ആട്ടായ മാത്രമല്ല, വേറെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടേ. അടിച്ചോ. ക്ഷീണം, വെള്ളം ഇറക്കുന്നു, വെള്ളം കണ്ടിട്ട് എന്നെ വട്ടം അടിക്കുന്നു. എന്താ കാണണം എന്റെ പൊന്നോ. ഈ 10 എന്ന് പറഞ്ഞ നമ്പർ കണ്ടോ? ഈ നമ്പർ ആർക്കൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് ക്രിസ്റ്റീന റൊണാൾഡോ. ഒന്നുകൂടെ പറഞ്ഞേ. ക്രിസ്ത്യാനോ ക്രിസ്മ റിവോൾവറാ. ക്രിസ്ത്യാനിക്ക് നമ്പരാണോ? എടാ പറ, ഞാൻ പറഞ്ഞ മനസ്സിലാവോ? ഇയാളൊക്കെ മനഃപൂർവ്വം റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ട്. ആ യൂണിവേഴ്സ് ആണ് ഈ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ യൂണിവേഴ്സ്.
ആ യൂണിവേഴ്സും ഈ യൂണിവേഴ്സും ഇതിനകത്ത് എല്ലാ യൂണിവേഴ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ദൈവം ഏത്, ഇതിന്റെ അഡ്മിൻ ഏത് യൂണിവേഴ്സാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മെസ്സി, പിന്നെ ക്രാന്തൻ സിൽക്സ് ആള്. എന്തോന്ന് അയാളെ ചിരി കാണുമ്പോൾ അറിയാം മനഃപൂർവ്വം, മനസ്സിലായോ, റീച്ചിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വേറൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ കാര്യമായിട്ട് പറയാം, ഇത് മാത്രമല്ല കുറേ കോപ്രായങ്ങൾ ഫുട്ബോളിന്റെ അതേ കുറേ ഈ ഫുട്ബോൾ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഇതാണെങ്കിൽ ഫുട്ബോളിനെ നാറ്റിക്കാനായിട്ട്, നാണം കെടുത്താനായിട്ട്, ബാക്കിയുള്ള ഈ ആരാധകരെ വെറും ഇതാക്കാൻ വേണ്ടിയിട്ടും, കേരളത്തിൽ നിന്നുള്ള ആരാധകരെ ഇതാക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന വെറും തെമ്മാടിത്തരം, പോക്കരത്തരം എന്നൊക്കെ പറയാം. ആ കൂട്ടത്തിലും ഇങ്ങനത്തുള്ള ആൾക്കാരെയൊക്കെ പെടുത്താം. ഇതൊന്നുമല്ല, ഇതിനപ്പുറം കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഫുട്ബോൾ എന്താണെന്നോ, ഫുട്ബോൾ ഒരുമാതിരി എന്ത് പുച്ഛമല്ല, ഒരുമാതിരി എന്തോ പറയാ, ഇതിനൊന്നും വല്ലാത്ത രീതി അടിച്ച് വാരി നമുക്കൊക്കെ ഇത് വേറെ എന്തോ ആണ്, മീൻസ് എന്തുവാ പറയാ, ഒരു പട്ടിവില ചുമ്മാ എന്തോ പിള്ളേരെയൊക്കെ ഈ ഫുട്ബോൾ ആരാധകരെയൊക്കെ ഊക്കുന്ന രീതിയിലും അവരെ കളിയാക്കുന്ന രീതിയിലും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് ഇമ്മാതിരി പരിപാടികൾ കാണിച്ചു കൂട്ടുന്ന ടീമുകളാണ് ഈ അഭിലാഷ് ആട്ടായം, പിന്നെ അലൻ ജോസ് പെരേര. ഇവരൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം. എന്തൊരു അപരാധങ്ങൾ അവർ കാണിക്കുന്നതാണ്. ഒരു ഫുട്ബോളിനെ എങ്ങനെയൊക്കെ മാനം കെടുത്താം, ഒരു ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ, ഒരു സ്പോർട്സ് ആയിക്കോട്ടെ, ഏതൊരു സ്പോർട്സ് ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെതായ രീതിയിൽ കുറച്ച് ബഹുമാനം കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലാതെ ഇത് കൊണ്ടിട്ടിട്ട് ഇങ്ങനത്തുള്ള ഓരോ വേഷങ്ങൾ കാണിച്ച്, ഓരോ കോപ്രായങ്ങളും കാണിച്ച്, ഇത് മാത്രമല്ല വേറെ കുറെ വീഡിയോസൊക്കെ ഈ അഭിലാഷ് ആട്ടായത്തിന്റെ കുറെ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫുട്ബോൾ എങ്ങനെ കളിക്കണ്ടേ എന്ന് വേറൊന്നും അല്ല, സത്യം പറഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായം കാണിക്കാന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ടീമുകളാണ് ഇവര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മര്യാദ വേണ്ട ഇതിനൊക്കെ. ഇവരെയൊക്കെ കമന്റ് ബോക്സ് കയറി നോക്കണം. പച്ചയ്ക്ക് എത്ര തള്ളക്കിളി കേട്ടാലും തന്തയ്ക്ക് വിളി കേട്ടാലും അവന്റെ മുത്തച്ഛന് മുത്തിയുടെ മുത്തിക്ക് വിളി കേട്ടാലും ഇവനൊന്നും ഒരു മാങ്ങാത്തില്ല. ഇവനൊക്കെ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഫുട്ബോള് എന്തുവാടാ, നമ്മളൊക്കെ ഒരു സ്പോർട്സ് കാണുന്ന ആൾക്കാരെയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്ലേയേഴ്സിനെയൊക്കെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിനെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം, ഫുട്ബോളിന് ഓരോരോ സ്പോർട്സിനെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണമെന്ന് കുറച്ച് വിവരവും ബുദ്ധിയും ബോധവും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവർക്കും ആ ഒരു സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവർക്കും മനസ്സിലാവും. അല്ലാതെ യുവമാരെ പോലുള്ള കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളല്ലേ ഇയാള്. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്. ഒരു മര്യാദ വേണ്ട ഇതിനൊക്കെ. മര്യാദ തന്നില്ലെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ഇഷ്ടംപോലെ മര്യാദ കിടക്കും. മര്യാദ എങ്ങനെയൊക്കെ പഠിപ്പിക്കാന്ന്. അപ്പൊ ഇങ്ങനത്തുള്ള സ്പോർട്സിനെയൊക്കെ അപമാനിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ അഭിലാഷ് ആട്ടായ എന്ന് പറയുന്ന ആള് ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ കളിയാക്കലും, അയാളെ ആക്ടിങ്ങും, പിന്നെ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ ഇങ്ങനത്തുള്ള വീഡിയോസ് എടുക്കലും, കുറച്ച് മസാല ചേർത്ത കുറച്ച് ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് മസാല പരിപാടി. ഇവരൊക്കെ എവിടുന്ന് വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു സ്ത്രീകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് അഭിനയിക്കാനും ഇതിനകത്ത് ഇങ്ങനെ ആവാനിട്ടും ഇവർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ ഇവരെയൊക്കെ ഇത് കാണുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്. ഇവരൊക്കെ എവിടുന്ന് വരുന്നടാ? ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ഇനി സ്ഥലകാല ബോധം ഇല്ലാത്ത ആൾക്കാരും എല്ലാം ആണോ? ഇനി അത് തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരും എല്ലാം ആണോ? പക്ഷെ ഇവർ ചെയ്യുന്നത് ഒരുമാതിരി എന്തോ പറയുന്നേ, ഒരുമാതിരി അറിയാലോ, മസാല ചെയ്യുന്ന ഒരു രീതിയാണ്. മൾട്ടിവേഴ്സോ അല്ലെങ്കിൽ മൾട്ടി യൂണിവേഴ്സോ വേറെ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേ കണക്ക് തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു വെച്ചാൽ നിങ്ങൾ എന്തോ വേണമെങ്കിലും കമന്റ് ചെയ്തു, യാതൊരു വിഷയമില്ല, എന്തോ വേണമെങ്കിലും കമന്റ് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹൈപ്പും കൂടെ നടിച്ചു വിട്ടേക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.